ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2018 മോഡല് ബെലോറോ ZLX എന്ന് പറഞ്ഞ മോഡലായിട്ടാണ് വന്നിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം എന്റെ നാട്ടിലുള്ള വാഹനം തന്നെയാണ്. KL55 തിരൂർ രജിസ്ട്രേഷനുള്ള വാഹനമാണ്. മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബെലോറോന്റെ. എന്റെ യൂസ്ഡ് കാർ ഡീലർ ആയതിന്റെ ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു വാഹനം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളത് ബെലോറയാണ്. മഹീന്ദ്രന്റെ ബെലോറൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ളത്. എന്റെ പേജിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതേമാതിരിയുള്ള ഒരു മോഡൽ വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. സീറോ ക്ലെയിം ആണ്. ഇതിന് ₹1 ക്ലെയിം ഇതുവരെ എടുത്തിട്ടില്ല. ഒരു ആക്സിഡന്റ് റിപ്പോർട്ടോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ്. ഇതിന് കമ്പനി സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60,000 കിലോമീറ്റർ വരെ വാഹനത്തിന് സർവീസ് ഹിസ്റ്ററി ഉള്ളൂ. അതിന്റെ ശേഷം ഷോറൂമിൽ നിന്ന് സർവീസ് എടുത്തിട്ടില്ല. ബാക്കി പുറത്തുനിന്നാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്റെ നാട്ടിലുള്ള വാഹനം തന്നെയാണ്. അപ്പൊ ഇത് ആർക്ക് വന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഓണറെ എടുത്ത് നമ്മൾ വാങ്ങുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ജെനുവിനാണ് തെളിയിക്കാനുള്ള ഒരു രേഖയും നമ്മളെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ബെലോറയ്ക്ക് മേജറായിട്ട് വരുന്ന ഒരു ഇഷ്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയും ഒക്കെ ഒരു പേരുദോഷം കേൾപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ റെസ്റ്റ് ആണ്. ഈ വാഹനത്തിന് പൊതുവെ പെട്ടെന്ന് റെസ്റ്റ് വരുന്ന ഒരു വാഹനമാണ്, തുരുമ്പ് വരുന്ന ഒരു വാഹനമാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഓണർ ഈ വാഹനം അത്രയും മെയിൻറ്റെയിൻ ചെയ്തു. ഇതിന്റെ അണ്ടർ കോട്ടും ഇതുവരെ അടിച്ചിട്ടില്ല. പിന്നെ എന്റെ നാട്ടിലായതുകൊണ്ട് അങ്ങനെ കടൽക്കാറ്റൊന്നും അടിക്കാനില്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളോ തുരുമ്പും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അണ്ടർ കോട്ട് അടിച്ചിട്ടില്ല. ഇത് എടുക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് അണ്ടർ കോട്ട് അടിച്ചു കൊടുക്കും. അതെന്താ ഇപ്പൊ അടിക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന ആൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷന് വേണ്ടിയിട്ടാണ്. കാരണം തുരുമ്പുണ്ടോ എന്ന് നമ്മൾ അണ്ടർ കോട്ട് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയൂല. അപ്പൊ ഇപ്പൊ വന്ന് നോക്കി കഴിഞ്ഞാൽ ആർക്കും വന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. എവിടെയും ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ടയർ 4 അത്യാവശ്യം ഒരു 40% ടയറും വരുന്നുണ്ട്. പിന്നെ ബെലോറോ പവർ പ്ലസ് ആണ് ഇത് എഞ്ചിൻ വരുന്നത്. പവർ പ്ലസ് എംഹോക്കിന്റെ ഒരു എഞ്ചിനാണ് വരുന്നത്. അതിന്റെ ഒരു ബാഡ്ജ് ഇവിടെയും ബാക്കിൽ സൈഡിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തതിന് ഇതിന് കമ്പനി സ്റ്റോക്കാണ്. അതായത് എക്സ്ട്രാ ആയിട്ട് ഒരു വർക്കും ഇതിമ ചെയ്തില്ല. ഒരു സീറ്റ് കവർ ഒരു റിയർ ക്യാമറ മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ഇതിമ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഒറിജിനാലിറ്റിയിലാണ് ഇപ്പൊ വാഹനം നിൽക്കുന്നത്. ഇതിന്റെ പുറകുവശത്തേക്ക് വരുമ്പോൾ കാര്യമായിട്ട് ഫീച്ചേഴ്സുകളൊന്നും പറയാനില്ല. അതിനൊരു ബാക്ക് വൈഫർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിന് ടയർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത്. പിന്നെ വാഹനം നോക്കുമ്പോൾ ഇതിനാകെ സമാധാനമുള്ള, ഇതിന് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ നല്ലൊരു സമാധാനത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ടൈൽ ലൈറ്റ് നമ്മളായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഓൾഡ് മോഡൽ വണ്ടിനുള്ളിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇതിന്റെ വിശേഷങ്ങളുണ്ട്. ഇതിനകത്ത് എഞ്ചിൻ ഞാൻ പറഞ്ഞു പവർ പ്ലസ് ആണ്. പവർ പ്ലസിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ നോയ്സ് ഉള്ളിലേക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ മൈലേജ് കൂടുതലാണ് വാഹനത്തിന്. ഒരു 18-19 കിലോമീറ്റർ ഒക്കെ ഹൈവേയിൽ മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം നല്ല പവർഫുൾ എഞ്ചിനുമാണ് വരുന്നത്. കാര്യമായിട്ട് ഇതിന്റെ പ്രത്യേകത DIക്കൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് ഭയങ്കര സൗണ്ട് ആയിരിക്കും. ഇത് അങ്ങനെ ഒരു സൗണ്ട് ഫീൽ ചെയ്യൂല. ഒരു സാധാരണ നമ്മൾ കാർ ഓടിക്കുന്ന ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 6,90,000 രൂപയാണ്. ചെറിയ രൂപത്തിൽ നെഗോഷ്യബിളേ ഉണ്ടാവുള്ളൂ. വാഹനം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എന്റെ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണ് ഫോളോ ചെയ്യുക. എന്റെ വീഡിയോസും എന്റെ വാഹനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരെ ലൈക്കും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.